മറ്റു പല അമ്മമാരെക്കാട്ടിലും ഒരു വ്യത്യാസം എന്ന് പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉത്തര അധികം വഴക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ ഉത്തരയ്ക്ക് കാര്യങ്ങൾ വിട്ടുകൊടുക്കുക, കുട്ടിക്കാലം തൊട്ടൊന്നും നിർബന്ധിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഉത്തരയ്ക്ക് അങ്ങനെ ഒരു വലിയ വാശികളും വഴക്കുകളും ഇല്ല. എല്ലാ സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തോണ്ട് സമ്മതയാണെന്ന് തോന്നുന്നു, സമ്മതയായിട്ടുള്ളൊരു അമ്മയാണെന്ന് തോന്നുന്നല്ലേ. എനിക്ക് തോന്നുന്നു കൂടുതൽ അമ്മ സ്വാതന്ത്ര്യം തന്നിട്ട് വഷളാക്കിയിട്ടുണ്ടോയെന്നും കൂടെ ഒരു സംശയമുണ്ട്. പല കാര്യങ്ങളും പല ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും പറയാണ്ട് അമ്മയുടെ അടുത്ത് പറയാൻ പറ്റും. കാരണം അത്രയും എന്ത് പറഞ്ഞാലും സമ്മതിച്ച് തരുന്ന ടൈപ്പ് ഒരു അമ്മയാണ്. സ്റ്റാർട്ട് ചെയ്തത് മോഡലിങ്ങിലൂടെ തന്നെയാണ്. ഭീമ ജ്വല്ലേഴ്സ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ആഡ്. ഞങ്ങളുടെ കോളനിയിൽ തന്നെയാണ് ബിന്ദൻ അങ്കിളും സരോജാൻറ്റിയും താമസിക്കുന്നത്, ഭീമയുടെ ഓണേഴ്സ്. അപ്പോൾ സരോജാൻറ്റിയെ കാണുമ്പോൾ എന്നും അങ്ങനെ പണ്ട് ചോദിക്കാറുണ്ടായിരുന്നു, ആൻറ്റി എന്നെ മോഡലാക്കും, ചെറിയ കുട്ടിയാവും, ഒരുപാട് വലിയ കുട്ടിയാവട്ടെ, കുറച്ചുകൂടിയൊക്കെ വളർന്ന് വലിയ കുട്ടിയാകുമ്പോൾ നമുക്ക് മോഡൽ ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ശരിക്കും എൻ്റെ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോഴത്തേക്കും പോർട്ട്ഫോളിയോ ചെയ്തു. ഫസ്റ്റ് ആഡിന് അവരാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് മാനുവൽസ് മറ്റേ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് അങ്ങനെ കുറേ ആഡ്സ് ചെയ്തു. ആ ഒരു കാലത്തേക്ക് ഒന്നിനു 11th ഉം 12th ആണ് ഏറ്റവും കൂടുതൽ ഞാൻ ആഡ്സ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പ്രോജക്റ്റ് ആയിരുന്നു ഈ ഷോർട്ട് ഫിലിം. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ഡയറക്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്. എനിക്ക് പൊതുവേ ഹൊറർ സൂപ്പർ നാച്ചുറൽ സബ്ജക്ട്സിനോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറി പെട്ടെന്ന് മനസ്സിലുണ്ടായി. അപ്പോൾ അത് ചെയ്തു. പിന്നെ ഫ്രീ ആയിട്ട് ഉള്ളതുകൊണ്ട് ഇരിക്കുകയല്ലേ, പിന്നെ വേറെ ആർട്ടിസ്റ്റിനെ തപ്പേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അമ്മയെ വെച്ച് തന്നെ ചെയ്തു. വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പത്ത് വർഷമായിട്ട് പൂട്ടിക്കിടക്കുന്ന വീടാ. ഞാനാകെ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളൂ. ആരെങ്കിലും വന്ന് വല്ലപ്പോഴും ഒന്ന് വൃത്തിയാക്കും. ഇവിടുത്തെ തമ്പുരാട്ടിയെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഉത്തര കൊള്ളാം. കാരണം ഉത്തര പഠിച്ചത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്, MA കമ്മ്യൂണിക്കേഷനൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു ക്യാമറാമാൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്കൊരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യണം, അമ്മ എനിക്ക് സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ കൂടെ ഇരുന്നിരുന്നു. ഉത്തര തന്നെയാണ് മുഴുവൻ എഴുതിയതും ഷോർട്സ് പ്ലാൻ ചെയ്തതും എല്ലാം ഉത്തര തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ടിങ്. അവിടെ വന്നപ്പോൾ ആളാകെ മാറിയില്ലേ. തലേദിവസം വലിയ അമ്മ എനിക്ക് പേടിയാ, എവിടെ ക്യാമറ വെക്കണം എന്നൊക്കെ പറഞ്ഞ ആള് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ആകെ അങ്ങ് ഡയറക്ടറായി മാറി. എന്നെ ഒരു തരം ഒരു 4ാം കിട നടിയാക്കി മാറ്റിക്കളഞ്ഞു. മരിച്ചുപോയ തമ്പുരാട്ടി ഉപയോഗിച്ചത് മുകളിലത്തെ മുറി ആയിരിക്കണം. ഈ തമ്പുരാട്ടിക്ക് മക്കളോ ബന്ധുക്കളോ ആരും ഉണ്ടായിരുന്നില്ല അന്ന്. മുഴുവനും പൊടിയാ. ഫസ്റ്റ് ഫിലിം ചെയ്തത് തമിഴിലായിരുന്നു. വവ്വാൽ പസംഗ എന്നാണ് പേര്. സ്കൂള് കഴിഞ്ഞ് കോളേജിലേക്ക് എൻ്റർ ചെയ്യണ ആ സമയത്ത് ചെയ്തതായിരുന്നു. അന്ന് ഈ പറഞ്ഞ ഒരു ഫിലിമിനെ കുറിച്ച് ടെക്നിക്കലായിട്ടൊന്നും അറിയില്ലായിരുന്നു. ശരിക്കും ഒരു ന്യൂ കമറായിട്ടായിരുന്നു എൻട്രി. 2-3 വർഷം കഴിഞ്ഞിട്ടാണ് എടവപ്പാതി ലെൻ രാജേന്ദ്രൻ സാറിൻ്റെ ഫിലിം ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ക്യാരക്ടർ വൈസും ഈ ഫിലിമിൽ ഒരുപാട് പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. അപ്പം
കുറേ നമ്മൾ പഠിച്ച് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ എന്ന് വെച്ച് നോക്കുമ്പോൾ സിനിമയെക്കുറിച്ച് ടെക്നിക്കലായിട്ട് കുറേ മനസ്സിലാക്കിയ പോലെ തോന്നി. മധു അങ്കിളിൻ്റെ ക്യാമറ, ലെൻസ് സാറിൻ്റെ ഇത് എല്ലാം വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പലരും ഇങ്ങനെ നാഷണൽ അവാർഡ് വിന്നിങ് പേഴ്സണാലിറ്റീസ് ആയിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മനീഷ കൊയ്രാല ഉണ്ടായിരുന്നു എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചത്. സിദ്ധാർത്ഥ് ലാമ നമ്മുടെ യോധയിലത്തെ പഴയ ചെറിയ അക്കോസോട്ടോ ആണ് ഇതിലത്തെ നായകനായിട്ട് അഭിനയിച്ചത്. മലയാളത്തിലെ ഡെബ്യൂ ആണ് ശരിക്കും ഡോപ്പാടി. എന്നിട്ട് ഫസ്റ്റ് മൂവിയിൽ തന്നെ ത്രൂ ഔട്ട് പെർഫോം ചെയ്യാനുള്ളൊരു അവസരം ലെൻസ് സാർ തന്നു. ഡബിൾ റോൾസ് ആണ്. മോഡേൺ വേർഷനിൽ യാമിനിന്നും പീരിയോഡിക് വേർഷനിൽ വാസവദത്തയുടെ സ്റ്റോറിയുമാണ്. അപ്പോൾ വാസവദത്ത എന്ന് പറയുമ്പോൾ ഒരു ദേവദാസിയായിട്ടും പിന്നെ യാമിനി എന്ന് പറയുമ്പോൾ ബുദ്ധിസ്റ്റ് ഒരു മോങ്കിനോട് ഒരു അഫെക്ഷൻ തോന്നുന്ന ഒരു പെൺകുട്ടിയായിട്ടും. അപ്പോൾ അങ്ങനെ രണ്ട് പാരലൽ സ്റ്റോറീസ് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. സ്കൂൾ യൂണിഫോം തൊട്ട് വളരെ ഡിഫറെൻറ്റ് സ്റ്റേജസിലേക്ക് സ്റ്റേജസ് പെർഫോം ചെയ്യാനുള്ളൊരു ഇത് ഈ ഫിലിമിലൂടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ആദ്യത്തെ സിനിമ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനൊരു ക്യാരക്ടർ കിട്ടിയതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. മഞ്ജു വാര്യർക്കും സംയുക്തയ്ക്കും ഒക്കെ കിട്ടിയ പോലെയുള്ള മഴയിലെ സംയുക്തയ്ക്ക് കിട്ടിയ ക്യാരക്ടർ പോലെയൊക്കെയാണ് വാസ്തവത്തിൽ. അത്രയും പെർഫോം ചെയ്യാനുണ്ട്. ഒരു 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം ഒരു നല്ലപോലെ പെർഫോം ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. അത് ഇപ്പോഴത്തെ നടിമാർക്ക് നമുക്കറിയാമല്ലോ. നായകന്മാരുടെ കൂടെ ഒരു പാട്ട് പാടാൻ ഒരു 5 ദിവസത്തെ വർക്ക് അല്ലെങ്കിൽ ഒരു 10 ദിവസത്തെ വർക്ക് അത്രയേ ഉള്ളൂ. ഇത് എത്രയോ ദിവസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് തുടങ്ങിയ രാത്രിയായിട്ട് ഒരു ബ്രേക്കില്ലാണ്ട് ഷൂട്ട് വർക്ക് ചെയ്തൊരു സിനിമ. ട്വൽത്തിലൊക്കെ നമ്മൾ എന്ത് കോഴ്സ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. അന്ന് തന്നെ സിനിമയുടെ ടെക്നിക്കൽ സൈഡ്സ് തന്നെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചെന്നൈയിലെ SRM യൂണിവേഴ്സിറ്റിയിൽ BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ജോയിൻ ചെയ്തത്. പിന്നെ MA കമ്മ്യൂണിക്കേഷൻ ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഡാൻസിൻ്റെ BFA ഭരതനാട്യം ചെയ്തത്. അങ്ങനെ 2-3 ഡിഗ്രികളൊന്നും എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, ഒരു ഫ്ലോയിൽ ഇങ്ങനെ വന്നു. ഇപ്പോൾ അടുത്തതായിട്ട് എന്തായാലും MPhil ചെയ്യണം, പിന്നെ PhD ചെയ്യണം. ഡാൻസും സിനിമയും കൂടെ ചേർത്ത് ഒരു സബ്ജക്റ്റിൽ തന്നെ ചെയ്യണം എന്നാണ് ആഗ്രഹം. റോൾ ഓഫ് മാസ് മീഡിയ ആൻഡ് പ്രൊമോട്ടിങ് ഇന്ത്യൻ ക്ലാസിക്കൽ ആർട്സ്, അതാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റ്. അപ്പം ഏത് യൂണിവേഴ്സിറ്റിയിലാണ് കിട്ടുന്നത് എന്നനുസരിച്ചിരിക്കും. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. കരിയർ ആയാലും പഠിപ്പായാലും എപ്പോഴും ഒരേപോലെ. ഞങ്ങൾ ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനുമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വെജാണ്, ഉത്തര നോൺ വെജാണ്. മാത്രമല്ല ഉത്തരയ്ക്ക് ഡ്രസ്സിങ്ങിനെക്കാട്ടിലും എന്ത് വിഷയത്തിനെക്കാട്ടിലും മുഖം ഒന്ന് തെളിയണമെങ്കിൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ മതി. ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ മാത്രം മുഖം എങ്ങനെയാവും. അതുവരെ സിനിമയ്ക്ക് പോവാം, നമുക്ക് ഡ്രസ്സ് വാങ്ങാം, എന്ത് പറഞ്ഞാലും വലിയ താല്പര്യമൊന്നുമില്ല. ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഉടനെ കണ്ണ് തെളിയും. പക്ഷേ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും. എൻ്റെ വീട്ടിലല്ല, ഉത്തരയ്ക്ക് മദ്രാസിൽ താമസിക്കുമ്പോൾ ഒരു കൊച്ചു വീട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് തന്നെത്താനെ കുക്കിംഗ് ഒക്കെ ഈ ഇതിലൊക്കെ നോക്കി പഠിച്ചതും. സത്യം പറഞ്ഞാൽ അമ്മയല്ല കുക്കിംഗ് പഠിപ്പിച്ചത്. അമ്മയുടെ സാമ്പാറും പുളിശ്ശേരി ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് എല്ലാം യൂട്യൂബ് നോക്കിയിട്ടാണ് ചൈനീസും ബിരിയാണിയും ഒക്കെ പഠിച്ചത്. ഇവിടെ ഉണ്ടാക്കാനും സമ്മതിക്കില്ല. അപ്പം അതുകൊണ്ട് നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഫാഷനെ കുറിച്ച് പറഞ്ഞാൽ ഞാനും ഒത്തിരി ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ്. എനിക്ക് തനി ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇഷ്ടം. എത്നിക്കായിട്ടുള്ള ആഭരണങ്ങൾ, പഴയ രീതി, തലമുടി നീട്ടി വളർത്തിയത്, കണ്ണ് നന്നായിട്ട് വലുതായിട്ട് എഴുതുന്നത്, ലിപ്സ്റ്റിക് ഇട്ടാലും കുറച്ച് നിറമുള്ള ലിപ്സ്റ്റിക്കാണ് ഇഷ്ടം. ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റാണ് ഉത്തര. മുടി അധികം നീളം വേണ്ട, പിന്നെ ലിപ്സ്റ്റിക്ക് എന്താ ന്യൂഡ് കളറോ ഇപ്പോഴത്തെ എന്തൊക്കെയോ പറയില്ല, അങ്ങനത്തെ കളേഴ്സൊക്കെയാണ് ഇഷ്ടം. പിന്നെ കണ്ണങ്ങനെ വലുതായിട്ട് എഴുതാൻ പാടില്ല, അങ്ങനെ ഡള്ളായിരിക്കണം. ഈ കൂട്ടത്തിൽ ഒരാളായി മാറുക, അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ ട്രെൻഡ്. എടുത്ത് കാണാൻ പാടില്ല, 4 ആളുടെ ഇടയിൽ ഞാൻ എന്ന് തെളിഞ്ഞ് ഇരിക്കാൻ പാടില്ല. അതാണ് ആ ജീൻസിൻ്റെയും
ഡ്രസ്സുകളുടെ ഇപ്പോൾ എയർപോർട്ടിൽ തന്നെ പോകുമ്പോൾ പല പെൺകുട്ടികളെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. രാവിലെ നീറ്റ പാടിങ്ങ് വരുന്ന പോലെ ഇരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഇവർക്കൊന്ന് കുളിച്ചിട്ട് വന്നൂടെയെന്ന് എനിക്ക് അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നാറുള്ളത്. പക്ഷെ ഞങ്ങളുടെ ആൾക്കാരൊക്കെ എങ്ങനെ നോക്കിക്കോളും, രാവിലെ കണ്ടാലും കുളിച്ച് ഒരു കുളിപ്പിന്നലൊക്കെ പിന്നി ഒരു കോട്ടൺ സാരി കൊടുത്താൽ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ, ഒരു വൃത്തിയും ഒരു സംസ്കാരമൊക്കെ അതിലുണ്ടെന്നാണ് എൻ്റെ ഒരു രീതി. ഇവർ പറയണത് അങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഡ്രസ്സ് ചെയ്യരുത്, കാലത്തിനനുസരിച്ച് ട്രെൻഡ് മാറ്റിക്കൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അമ്മ എപ്പോഴും പറയും നമ്മുടെ ഒരു സ്ഥിരം സ്റ്റൈലില്ലേ ഇതാണെന്നൊക്കെ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വേറെ ഓരോന്നൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അമ്മ പറയാണ്ട് അയ്യേ ഭയങ്കര ബോറായിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ എല്ലാം ഇഷ്ടത്തിന് വിട്ടു തരാറുണ്ട്. ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് എങ്ങനെയാണോ അതുപോലെ ആവണം. സിനിമയിൽ വന്നിട്ട് ഏതാണ്ട് 26 കൊല്ലമായി. ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ഫീൽഡാണ്. അത് എനിക്ക് നല്ല കാര്യങ്ങളെ അധികവും പറയാനുള്ളൂ. എനിക്കങ്ങനെ ദേഷ്യം വന്നതോ വിഷമിച്ചതായ കാര്യങ്ങളും പലരും പറയും ചെക്ക് മടങ്ങിയതും പൈസ കിട്ടാത്തതായ ഒരുപാട് സംഭവങ്ങൾ കുറവാണ്. ഉണ്ടായിട്ടുണ്ടോ 1-2 അത്രയേ ഉള്ളൂ. വലിയൊരു ബുദ്ധിമുട്ടുകളില്ലാതെ എന്നെ സിനിമ ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമ തന്നെയാണ് എൻ്റെ അന്നം. എത്ര പറഞ്ഞാലും കലാകാരി, ഡാൻസർ എന്നൊക്കെ എന്ത് പറഞ്ഞാലും ശരി, കവയിത്രി എന്ന് എന്ത് പേരും എന്നെ വിളിച്ചോളൂ. പക്ഷേ എനിക്കെന്നും സിനിമ തന്നെയാണ് എന്നെ ഇവിടം വരെ അറിയപ്പെടാൻ അനുവദിച്ചിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയായാലും ഉർമിളാമണി എന്ന് പറഞ്ഞാൽ എല്ലാവരും സർഗം തന്നെയാണ് ആലോചിക്കുക. അതിനപ്പുറം ഒന്നുമില്ല. അത്രയും ത്രൂ ഔട്ട് ക്യാരക്ടറായിരുന്നു. ആദ്യത്തെ സിനിമയായിരുന്നു. ഒക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ ഒരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ വളരെ യങ്ങായിരുന്നു. വളരെ ചെറുപ്രായത്തിലാണ് ഇത്രയും ഏജ്ഡായിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തത്. അപ്പോൾ അതിനുശേഷം മലയാള സിനിമയിൽ ഒരു സിനിമയ്ക്കൊരു ദോഷിയുള്ളത് നമ്മൾ എന്ത് കഥാപാത്രം ചെയ്തോ അത് തന്നെ തിരിച്ച് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഒരു നല്ലൊരു നായികയായിട്ടോ നല്ലൊരു കഥാപാത്രം എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. അതേസമയം എൻ്റെ ഒപ്പം തന്നെയായിരുന്നു ഗീതയും ശാന്തി കൃഷ്ണയും കലാരഞ്ജനിയും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നായികമാരായിട്ട് അഭിനയിച്ചിട്ടാണ് പിന്നീട് അമ്മമാരൊക്കെ ആയത്. പക്ഷെ ഞാൻ ആദ്യം തന്നെ വന്നൊരു അമ്മയായി പോയതുകൊണ്ട് പിന്നീട് ഒരിക്കലും എനിക്ക് നായികയായിട്ടോ നല്ലൊരു വേഷം കിട്ടിയിട്ടില്ല. അതൊരു സങ്കടമുള്ള കാര്യം തന്നെ. ഉത്തര എന്തായിത്തീരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കാറില്ല. ഉത്തര പ്രതീക്ഷിക്കട്ടെ. അതെന്താണ് ഉത്തരയ്ക്ക് ആഗ്രഹം, ഉത്തര എന്താഗ്രഹിക്കുന്നു അതിലെത്തിച്ചേരാൻ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അമ്മ എന്നുള്ള നിലയിൽ. കാരണം സിനിമയാണ് ഉത്തരയ്ക്ക് പാഷൻ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തൊക്കെ പറഞ്ഞാലും ഡയറക്ഷനുണ്ട്, സൈഡിൽ കൂടെ പല പരിപാടികളും ചെയ്യുന്നുണ്ടെങ്കിലും പെണ്ണല്ലേ, കണ്ണാടി നോക്കുന്ന കണ്ടാലറിയാം അഭിനയിക്കാൻ തന്നെയാണ് ഇഷ്ടം എന്നുള്ളിൽ ഞാൻ മനസ്സിലാക്കാറുണ്ട്. സമ്മതിക്കൊന്നുമില്ല. ചോദിച്ചു കഴിഞ്ഞാൽ പറയും എനിക്ക് ഡയറക്ഷനാണ് താല്പര്യം, എനിക്ക് മ്യൂസിക്, എനിക്ക് ഡാൻസ് എന്നൊക്കെ പറയും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരാഗ്രഹം ഇതുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഉത്തര എന്തിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു, മലയാളത്തിലോ തമിഴിലോ തെലുങ്കിലോ ഹിന്ദിയിലോ ഇനി ഇംഗ്ലീഷിൽ ജെയിംസ് ബോണ്ടിൻ്റെ നായികയാവണമെന്നാണ് ഉള്ളിൽ ആഗ്രഹം എന്ന് വെച്ചാൽ ആഗ്രഹം നടക്കട്ടെ എന്ന് എനിക്ക് വിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ ഉത്തര ഇന്നതാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നില്ല.